എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? അപ്പം നമ്മുടെ ഫുൾ അൺബോക്സിംഗ് ആണ് കേട്ടോ. നമ്മുടെ ടെമ്മുന്ന് മേടിച്ച സാധനങ്ങളുണ്ട്, അതേപോലെ നമ്മുടെ മീഷോന്ന് മേടിച്ച സാധനങ്ങളുണ്ട്, പിന്നെ ഡെയ്സോന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ആണ്. ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഞാൻ ഖത്തറിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് അതാണ് മെയിൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഐറ്റംസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ എൻ്റെ ബേബിക്ക് വേണ്ടി മേടിച്ചതാണ്. സ്കൂളൊക്കെ തുറന്നിട്ടാണല്ലോ, അപ്പോൾ അവർക്കുള്ള ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട്, അതുപോലെ പെൻസില്. പിന്നെ ഇത് കണ്ടപ്പോൾ നല്ല ക്യൂട്ട്നെസ് ആയി തോന്നി. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ കുറുമില്ലേ, അതിൻ്റെ എറൈസേഴ്സ് ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയപ്പോൾ അങ്ങനെ എടുത്താണ് കേട്ടോ അത്. അങ്ങനെ ഹലോ കിറ്റിയുടെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പം അങ്ങനെ അതൊരു ഒരു കാറിൻ്റെ ഒക്കെ പോലത്തെ ഒരു ആകൃതിയായിരുന്നു. പിന്നെ ഈ സാധനം അത് നിങ്ങൾക്കുള്ളതാണ്. സോ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യുക കേട്ടോ. ഈ സംഭവം നിങ്ങളിൽ ആർക്കാ കിട്ടാന്ന് പറയാൻ പറ്റില്ല. സോ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ചെറിയൊരു ഗീവ് അവേ പോലെയാണ്. സോ ഇതിനകത്തുള്ള ഒരെണ്ണം നിങ്ങൾക്കുള്ളതാണ്. പിന്നെയും പല പല പ്രൊഡക്ട്സും ഉണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വരും ഇൻഷാ അള്ളാ. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതങ്ങനെ. ഇത് നല്ല ക്യൂട്ട്നെസ് ആയിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ അത്യാവശ്യം 300 സംതിങ്, ആ ഒരു 400 400 ആ റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷെ അവിടെ എനിക്ക് എത്ര 2-4 റിയാലേ ആയിട്ടുള്ളൂ. ഭയങ്കര അഫോർഡബിൾ ആയി തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നിങ്ങൾക്ക് ഒരെണ്ണം മേടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ഈ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റോബോട്ടിനെ മേടിച്ചത്. ഇത് എസ്പെഷ്യലി നമ്മുടെ ചുമരിലൊക്കെ അല്ലേ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു തരം റോബോട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പ്രിൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വാളൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇത് നമ്മുടെ മിനിസോ ഒന്ന് മേടിച്ച സംഭവങ്ങളാണ് കേട്ടോ. നമ്മുടെ വെറ്റ് ടിഷ്യൂല്ലേ, അതാണ് മേടിച്ചത്. പിന്നെ ഈ ഒരു സ്മൈലി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മിനിസോന്ന് ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വളരെ മിനിമലായിട്ട് വേണ്ട 2-3 ഐറ്റംസ് മാത്രമേ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതൊരു കീ ചെയിൻ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ മേടിച്ചു. പിന്നെ ഇത് മിനിസോന്ന് മേടിച്ചത് തന്നെയാണ്, നമ്മുടെ ഇലക്ട്രിക് ബ്രഷ് ഇല്ലേ, ആ സംഭവം. പിന്നെ അത് ഡെയ്സോന്ന് മേടിച്ചതാണ് കേട്ടോ. അത് എന്താന്ന് വെച്ചാൽ അറിയാലോ, മറ്റേ ടൂത്ത് പിക്കിൻ്റെ വലുത് സംഭവം അത്രേ ഉള്ളൂ. പിന്നെ ഇത് രണ്ടും ഐക്യന്ന് മേടിച്ചതായിരുന്നു കേട്ടോ. ഈ ഫ്ലവർ കാണാൻ നല്ല രസമല്ലേ, കാണാൻ നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. വൈറ്റും റെഡും ആണ് മേടിച്ചത്, നല്ല രസമല്ലേ കാണാനും. പിന്നെ ഈ ആങ്കറും നമ്മൾ ടെമൂന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഷാളുകളൊക്കെ അല്ലേ ഇങ്ങനെ ഒരുമിച്ച് ഒരു 4-5 ഒരുമിച്ച് തൂക്കിയിടാൻ പറ്റുന്ന സംഭവം. എനിക്ക് കണ്ടപ്പോൾ നല്ല രസം തോന്നി, നല്ല യൂസ്ഫുൾ ആണ് തോന്നിയിട്ട് മേടിച്ചത് കേട്ടോ അത്. പിന്നെ ഇത് ഞാൻ ഡെയ്സോന്ന് മേടിച്ചതാണ് കേട്ടോ. അത് ഒരുതരം എംബ്രോയിഡറി ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ഇൻഷാ അള്ളാ നമുക്കതൊക്കെ ചെയ്യണം. പിന്നെ നല്ലൊരു ഫോൺ കേസ് മേടിച്ചു, അതേപോലെ നെയിൽ ഇതിന് നെയിൽസ് അതായിരുന്നു അത്. പിന്നെ ഇത് മറ്റേ പൈപ്പ് ക്ലീനേഴ്സ്, ഇത് വെച്ചിട്ട് നമ്മൾ നല്ല ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാട്ടോ. നമ്മൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ആ സാധനം. പിന്നെ ഇത് നമ്മുടെ ഒരു ടേപ്പാണ്. വേറെന്തോ ഒരു ടേപ്പാണ് പറയാറ്. സോ അതാണ്. പിന്നെ ഇത് എനിക്ക് ഫ്രീ ആയിട്ടുണ്ട് കിട്ടിയതാണ് തോന്നുന്നു. പക്ഷെ ഇത് എൻ്റെ എയർപോർട്ടിന് എന്തായാലും സെറ്റായി വന്നില്ല. അതെന്തോ ലൂസായിരുന്നു തോന്നുന്നു. കുറച്ചും കൂടി വലിപ്പമുള്ള സാധനമാണ് ശരിക്കും വേണ്ടത്. കുറേ തിരിച്ചു നിന്നു എന്നല്ലാതെ സംഭവം നടന്നില്ല. പിന്നെ ഈ ഒരു പെൻ, പിന്നെ ഇത് ഹുക്ക്, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഇത് എൻ്റെ അടുത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പിങ്ക് കളറിൽ. ബട്ട് സ്റ്റിൽ അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. ഞാൻ അതിൻ്റെ ബാഗിലിട്ടിട്ടാണ് പോയത്. സോ അതവിടുന്ന് എനിക്കത് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. അത് ഭയങ്കര തമാശയായിരുന്നു കേസ്. പിന്നെ ഈ പെൻസിൽ കേസ്, ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. കാരണം ഈ ഒരു കണ്ടോ, ആ ടേബിളിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയില്ല ആ സാധനം അവിടെ വെച്ചപ്പോൾ. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സാധനം. ഞാൻ നല്ല ക്വാളിറ്റി ഉണ്ട്, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് എനിക്കൊരു മാഗ്നറ്റും ആണ്, അതേപോലെ ക്ലിപ്പും ആണ്. ചെറിയ തരത്തിലുള്ള മാഗ്നറ്റുള്ളൂ കേട്ടോ, അല്ല നല്ല മാഗ്നറ്റൊന്നുമില്ല. പിന്നെ കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ബട്ടൺ, പിന്നെ എന്തെങ്കിലുമൊക്കെ കമന്റും ചെയ്യണം കേട്ടോ. നല്ലോണം നിങ്ങൾക്കതൊക്കെ കിട്ടുക. പിന്നെ ദൈവം ഇങ്ങനെ എടുക്കാൻ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സംഭവം നല്ല ക്യൂട്ട് ആയിട്ടില്ലേ? അപ്പോൾ അതങ്ങനെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ. പിന്നെ ഞാൻ മേടിച്ചത് എന്താ പറയാ, ഇതൊക്കെ ടെമൂന്ന് മേടിച്ച സാധനങ്ങളാണ് കേട്ടോ. ഇത് നല്ലൊരു പൗച്ചാണ്. ഇതുപോലത്തെ വേറെ ഒരെണ്ണങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റേഴ്സിനും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഒരു എസ്തറ്റിക് വൈബുള്ള ഒരു സംഭവം അല്ലേ? നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ മേടിച്ചത് നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇത് മന്ത്ലി ഉണ്ട്, അതുപോലെ വീക്ക്ലി നമ്പേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്. സ്റ്റാമ്പ്സ് ആണ് കേട്ടോ. കണ്ടോ, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എല്ലാം ഉണ്ട്. അത് ചെറുതാക്കിയിട്ടും ഉണ്ട്, വലുതാക്കിയിട്ടും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതങ്ങനെ. നെക്സ്റ്റ് സോ 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 ക്യൂട്ട്. ഇതിന് ശരിക്ക് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. ഒരു കൊറിയൻ സ്കിൻ കെയറിൽ പെടുന്ന സംഭവമാണ് കേട്ടോ. കണ്ടോ, ലിപ് ബാം ആണ്. പക്ഷെ ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സംഭവം നൈസാണ്. പിന്നെ നമ്മൾ മേടിച്ചത് ഗ്ലൂ ടേപ്പ്. ഇത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം. ഇതിങ്ങനെ എന്താ പറയാ, സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ഗ്ലൂ ആക്കാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് നമ്മളെല്ലായിടത്തൊന്നും കാണാറില്ല. നമ്മുടെ ഗ്ലൂ പറയണത് അധികം നമുക്ക് ഫെവിക്കോളല്ലേ അറിയുള്ളൂ. ഇത് പ്രത്യേകത നല്ല ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ കത്രിക, അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇതാണ് ആ ലിപ് ബാം എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ് തോന്നുന്നു. എന്തായാലും അതൊക്കെയാണ്. പിന്നെ ഇതും വേറൊരു ക്ലിപ്പാണ്. ആ ക്ലിപ്പല്ലേ ഈ ക്ലിപ്പ്, ഇത് ക്ലിപ്പ്. രണ്ടും ക്ലിപ്പാണല്ലോ അല്ലേ? ക്ലിപ്പ് ഞാൻ ഉദ്ദേശിച്ച ക്ലിപ്പ് എന്ന് വെച്ചാൽ വീഡിയോന്റെ ഓരോ ക്ലിപ്പുകൾ ഉണ്ടാവില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ഒരു റോസ് ഗോൾഡ് കളറിലുള്ള ക്ലിപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള കുറച്ച് വിൻറ്റേജ് ടൈപ്പ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ജേർണലിംഗ് ഒക്കെ ചെയ്യാം. ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആയിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. പക്ഷേ എൻ്റെ അടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ അല്ല, ഐ മീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ മേടിച്ചു, നിങ്ങൾക്ക് പറഞ്ഞ കാര്യമില്ലല്ലോ, അതങ്ങനെ. പിന്നെ കുറച്ച് പെൻസും കാര്യങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് മേടിച്ച സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഈ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കിട്ടും. ഓക്കെ, അങ്ങനെ നല്ല കുറച്ച് ക്യൂട്ട് എസ്തറ്റിക് എന്താ പറയുക, അങ്ങനത്തെ ഒക്കെ കുറച്ച് പെൻസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുകൊണ്ടൊന്നും ശരിക്കും ഞാൻ എഴുതുന്ന ഒരാളൊന്നും അല്ല, ബട്ട് സ്റ്റിൽ കണ്ടപ്പോൾ ആ ഒരു രസം കണ്ടപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ലാവൻഡർ പേർപ്പിൾ കളറിലുള്ള പെൻസും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ ഡൈക്കറ്റ് മാർട്സിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വേറൊരു വേർഷൻ സംഭവമാണത്. എന്തായാലും നൈസായിട്ടില്ലേ, നല്ല കളേഴ്സ് സംഭവം അല്ലേ? അങ്ങനെ ആ 3 സെറ്റ് പെന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതൊരു വാഷി ടേപ്സ് ആണ് കേട്ടോ. ഇത്രയും തിന്നായിട്ടുള്ള വാഷി ടേപ്സ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, ഐ ആം ഷുവർ. ഇറ്റ്സ് റിയലി റിയലി എന്താ പറയുക, എസ്തറ്റിക് ക്യൂട്ട്. കണ്ടോ, എത്ര തിന്നാണ് നോക്കിയേ. ഇത് ഉപയോഗിക്കുമ്പോഴും ഇതിൻ്റെ കറക്റ്റ് നമുക്ക് അതിൻ്റെ ഇതറിയാൻ പറ്റുള്ളൂ കേട്ടോ, എത്രത്തോളം അത് പെർഫെക്ഷൻ ആണ് എന്നുള്ളത് കേട്ടോ. പിന്നെ ഇത് എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ആക്രിലിക് പോലത്തെ ഒരു വാഷി ടേപ്സ് ആണ്. അങ്ങനെ ഷീറ്റ് ഉണ്ടല്ലോ, മറ്റേ എന്താ പറയുക, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടല്ലോ, അതുപോലത്തെ വാഷി ടേപ്സ് ആണ് കേട്ടോ. ഇതും കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ട് മേടിച്ചതാണ്. നമ്മൾ നോർമലി ഉള്ള വാഷി ടേപ്സ് പോലല്ലല്ലോ അത്, ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലുള്ള വാഷി ടേപ്സ് ആണല്ലോ, അപ്പോൾ അതാണ്. പിന്നെ ഇത് ഞാൻ അധികം വലിയ മറ്റേ ഇംഗ്ലീഷുകാരുടെ ഒക്കെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വാഷി ടേപ്സ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മൊത്തം ഇത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു തരം ജേർണലിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സംഭവമാണ് കേട്ടോ ഇത്. നല്ല രസമല്ലേ, നല്ല ഫ്ലവേഴ്സാണ്. ഇങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നത്തെ വാഷി ടേപ്സ് എന്ന് പറയുന്നത് നമുക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ജേർണലിംഗ് വാഷി ടേപ്സ് ആണ്. കണ്ടോ, ഇങ്ങനെ എന്താ പറയുക, പോളറെക്ട് പറയുക, സ്റ്റിക്കേഴ്സും അതുപോലെ എഴുതിയതൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു തരം സംഭവം.
പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഈ സംഭവമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കട്ടിംഗ് മാറ്റ്. ഇത് കുറച്ച് നല്ല വെറൈറ്റിയാണ്. അതുപോലെ ബ്ലാക്ക് കളറാണ് ഞാൻ ചൂസ് ചെയ്തത് ട്ടോ. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്ടോ ഈ സാധനം. നല്ല മടക്കാനും ഇതിനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ കട്ടിങ്ങിന് അത്ര വലിയ സുഖമില്ലാന്ന് തോന്നുണു. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. സെറ്റാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ആക്കുക. ടാറ്റാ ബൈ സീ യു.